ഹലോ എല്ലാ ചങ്കൾക്കും പുതിയ വീഡിയോ ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് നാളെ ഒരു അൺബോക്സ് വീഡിയോ ചെയ്തിട്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ അൺബോക്സ് ആണ് Insta360 Link 2ന്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. Insta360 Link 2, the owl-powered 4000 webcam, a half sensor, AI noise cancelling. അടിപൊളിയായിട്ടുള്ള ഒരു വെബ്കാമാണ്. നമുക്ക് ക്രിയേറ്റർക്ക് ആയിക്കോട്ടെ, യൂട്യൂബിലൊക്കെ ക്രിയേറ്റർ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെയ്യണവർക്കായിക്കോട്ടെ, നമുക്ക് ഈ വെബ്കാം ലാപ്ടോപ്പിലും ടാബ്ലറ്റിലെല്ലാം കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഒരു പ്രോഡക്റ്റ് ആണ്. അത് നിങ്ങൾ മേടിച്ച് യൂസ് ചെയ്ത് നോക്കണം. അതിനൊക്കെ ഞാനിപ്പോൾ അത് അൺബോക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ അത് പൊട്ടിച്ചിട്ട് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എൻ്റെ ഗോപ്രോ ഞാൻ എടുത്തിട്ടില്ല. ഗോപ്രോ ഇതാണ് സൈഡിൽ വിട്ട് എനിക്ക് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷൂട്ട് ചെയ്യുന്നതിന് Insta360 Link 2ന്റെ വീഡിയോ വെക്കാൻ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അടിപൊളിയായിട്ടുള്ള വെബ്കാമാണ്. അതിനൊക്കെ ഇതിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. എന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുള്ള ക്യാമറയാണ്. ഇതിൽ കുറേ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ ആപ്പിൽ കുറേ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വഴിയെ പറഞ്ഞു പോകാം. അപ്പോൾ വീഡിയോക്ക് ഇപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലാണ് ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് ബെല്ലൈക്കൻ ആളേക്കാൻ മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അവസാനം കണ്ട് ലൈക്ക് ചെയ്യുന്നത് മറന്നു, ലൈക്ക് തന്നെ കാണുക. നിങ്ങൾ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യണം. നമുക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തെടുക്കുക. അടിപൊളിയായിട്ടുള്ള ക്യാമറയാണ്. നമുക്ക് അതിൻ്റെ അൺബോക്സ് വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പം ഇത് നിങ്ങൾക്ക് ഈ ക്യാമറ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ഷോപ്പിങ്ങിൽ കിടപ്പുണ്ട്. സ്ക്രീനിൽ തന്നെ ഫസ്റ്റിലേക്ക് കാണുമ്പോൾ തന്നെ ഷോപ്പിങ്ങിൽ കിടപ്പുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഇവിടെ നിന്നൊക്കെ മേടിക്കാൻ പറ്റുമെന്നൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. Insta360 Link 2ന്റെ വീഡിയോ നമ്മൾ നേരെ വീഡിയോയിലേക്ക്. അപ്പം ഞാൻ ഇത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നേരത്തെ ഞാൻ പൊട്ടിച്ചിപ്പം ഇതിട്ടാണ് നമ്മൾ ഇൻട്രോ എടുത്തിരിക്കുന്നത്. Insta360 Link 2 ദ ആൾ പവർ 4K വെബ് എന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം, ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ഇത് ഇതൊക്കെ എന്തൊക്കെ കാര്യം നമ്മൾ യൂസ് ചെയ്യാന്നുള്ളതൊക്കെ ഇവിടെ നമ്മൾ കറക്റ്റ് അവർ എഴുതി ഇവിടെ പടം അടക്കം കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്കിത് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ, അതിനൊക്കെ യോഗ, അതിനൊക്കെ ക്ലാസ്സൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ നമ്മൾ എന്തെങ്കിലും ക്ലാസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നമുക്ക് ഈ വെബ് ക്യാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനൊക്കെ ഇത് 360 ഡിഗ്രി, അതായത് ഈ വെബ് ക്യാം നമുക്ക് അപ്പോൾ ഈ വെബ് ക്യാമ നമുക്ക് 360 ഡിഗ്രിയിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനങ്ങനെ ട്രാക്കിങ് കൊണ്ട് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ട്രാക്ക് ചെയ്ത് കറക്റ്റ് ഇത് നമ്മളെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കും വീഡിയോ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ക്യാമറ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വെബ് ക്യാം നമ്മൾ കൂട്ടുകാരൻ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സാണെന്ന് പറഞ്ഞ് നമുക്ക് നോർമലായിട്ട് നമ്മൾ സംസാരിച്ച് പോകുന്നതൊക്കെ പോയാൽ മതി. അപ്പോൾ ഇത് ക്യാമറ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളെ വീഡിയോകളെല്ലാം അത് ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ ക്യാമറ നോക്കിയപ്പോഴും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് പറഞ്ഞത്. അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെബ് ക്യാമാണ്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളോട് നോക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ എന്തൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ തുറക്കാൻ പോവുകയാണ്. തുറക്കുന്ന സമയത്ത് ഇതേ കണക്കാണ് നമ്മളെ ക്യാമറ ഇരിക്കുന്നത്. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാമറ. ഇതാണ്. അപ്പോൾ നമ്മൾ തുറക്കുന്ന സമയത്ത് ഇതിൻ്റെ ക്യാമറ ഇങ്ങനെ ഇരിക്കുന്നത് 1 by 1 ആയിട്ട് കറക്റ്റ് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് അതിൻ്റെ ക്യാമറ എടുക്കാം. ഇതാണ് ഈ കാണുന്നതാണ് അതിൻ്റെ ക്യാമറ. ഇത്രയുള്ളൊരു കുഞ്ഞം ക്യാമറയാണ്. ഇതിട്ടിട്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ക്യാമറ എടുത്ത് മാറ്റി വയ്ക്കാം. 360. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 360 ഡിഗ്രിയിൽ ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്ന ക്യാമറയാണ്. മേലോട്ട് അതിനകത്ത് താഴോട്ടെല്ലാം കറങ്ങി കറക്റ്റ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കും. നമുക്കത് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് അടുത്ത് അതിൻ്റെ ഒരു ഹോൾഡറാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇത് അതിൻ്റെ ഹോൾഡറാണ്. ഈ ഹോൾഡർ നമുക്ക് ഇവിടെ നമ്മളെ ട്രൈപോഡിലൊക്കെ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതേ കണക്ക് നമ്മൾ നൂത്തി കഴിഞ്ഞാൽ നമുക്കിത് നമ്മളെ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെയൊക്കെ സ്ക്രീനിൽ ഇതിനൊക്കെ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ കാണുന്നതിൻ്റെ മാഗ്നറ്റ് ആണ്. ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട്. അത് എങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ള നമുക്ക് നോക്കാം. ഇനി വേറെ എന്തൊക്കെ ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടെന്ന് നടത്തി നോക്കാം നമുക്ക്. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയേക്കണം ഒരു യൂസർ മാനുവൽ ബുക്കാണ്. ഈ യൂസർ മാനുവൽ ബുക്കിൽ ഇതിൻ്റെ ആപ്പ് യൂസ് ചെയ്യാന്നുള്ളതൊക്കെ ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ ആപ്പിലോട്ട് പോകും. എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാന്നൊക്കെ അത് കിട്ടും. പിന്നെ അതിൻ്റെ അടുത്ത ബുക്കിൻ്റെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അടുത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ കിട്ടിയിരിക്കുന്ന ഒരു Type-C കേബിളാണ്. അതായത് ഇനിയിപ്പോൾ കിട്ടിയിരിക്കുക നമുക്ക് Type-C കേബിളാണ്. ഇത് നല്ല ലെങ്തുള്ള കേബിളാണ്. ഏകദേശം 1 മീറ്ററിന് മേലെ ലെങ്തുള്ള ഒരു കേബിളായി കിട്ടിയിരിക്കുക. എന്ന് വെച്ചാൽ നമ്മളെ കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ട് PC-ലോട്ട് കണക്ട് ചെയ്യാനും അതിനൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ മീറ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ TV-യിലൊക്കെ കണക്ട് ചെയ്ത് TV ഒക്കെ വലിയ TV 40 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 50 ഇഞ്ചിലേക്ക് TV-യിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ മേലെ കണക്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് ചെയ്യുമ്പം നമുക്ക് അതിൽ എന്താണെന്ന് വെച്ചാൽ സിസ്റ്റം കണക്ട് ചെയ്ത് ചെയ്യുമ്പോൾ മേലെ കൊണ്ടുവച്ച് TV-യുടെ മേലെ ക്ലിപ്പ് ചെയ്തിട്ട് താഴെ കണക്ട് ചെയ്യാനാണ് ഇത്രയും നീളത്തിന് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം.
പിന്നെ USB വിത്ത് ഒരു ടൈപ്പ് സിയുടെ USB കണക്ടറാണ് കിട്ടിയിരിക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പോൾ എന്താ പറയുക TV ചിലപ്പോൾ ടൈപ്പ് സി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് USB കുത്തിയിട്ട് നമ്മൾ ആൻഡ്രോയിഡ് TV അതിനൊക്കെ തന്നെ ആപ്പിൾ TVയിലൊക്കെ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈപ്പ് സി കുത്തിയിട്ട് അതിൻ്റെ മേലെ നമുക്ക് അതിൻ്റെ USB കുത്തിയിട്ട് അതിൻ്റെ മേലെ നമുക്ക് ടൈപ്പ് സി ഇതേ കണക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിനാണ് ഈ ഇത്രയും കാര്യങ്ങൾ ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിലൂടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ആപ്പൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യണതും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നൊക്കെ നമുക്ക് ഇനി നോക്കാം. ഇനിയിപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഞാൻ ഇന്നലെ ഇത് കണക്ട് ചെയ്ത് എൻ്റെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് അടിപൊളിയായി ചെക്ക് ചെയ്തതാണെന്ന് വെച്ചാൽ നമ്മളൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുന്ന സമയത്ത് നമ്മളെ ഫാമിലി മെമ്പേഴ്സിന് അത് ഒരിക്കലും മേടിച്ചിട്ട് അത് ഇല്ലാതായിപ്പോൾ അല്ലെങ്കിൽ അത് കൊള്ളൂല എന്ന് പറയരുത്. അതുകൊണ്ട് നമ്മൾ മേടിച്ചിട്ട് അത് കറക്റ്റ് യൂസ് ചെയ്ത് അത് കറക്റ്റ് യൂസബിൾ മാത്രമാണെങ്കിൽ മാത്രമേ നമ്മളെ ഫാമിലി മെമ്പേഴ്സിന് നമ്മളത് പരിചയപ്പെടുത്താറുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇത് നമ്മളെ സിസ്റ്റത്തിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇത് ആൻഡ്രോയിഡ് ആപ്പിളിലും എല്ലാത്തിലും വർക്കാവും ഇതിൻ്റെ ആപ്പ് കാര്യങ്ങളെല്ലാം. അപ്പോൾ ഞാനിപ്പോൾ മാക്കിലാണ് ഞാനിപ്പോൾ ഇത് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുന്നത്. നിങ്ങൾക്ക് മാക്കിൽ ഇവിടെ കാണാൻ പറ്റും ഇൻസ്റ്റാ 360 ലിങ്ക് കണക്ട് ചെയ്യാം മാക്ക് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതിൽ നിങ്ങൾ ഓപ്പൺ ആക്കുക. ആദ്യം തന്നെ ഇവിടെ കാണാൻ പറ്റും ആക്ഷൻ ക്യാമറ 360 ഡിഗ്രി ആപ്പ് എന്ന് പറഞ്ഞ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാ 360 ലിങ്ക് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് കാണാം. അതിലിവിടെ താഴെ നിങ്ങൾ ഇവിടെ കാണാം. അതിൻ്റെ താഴെ നിങ്ങൾ ഇവിടെ കാണാം ഡൗൺലോഡ് ബട്ടൺ. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഇത് ഡൗൺലോഡ് ആവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇനി ഡൗൺലോഡ് ചെയ്ത ശേഷം ബാക്കി നോക്കാം. അതിനുശേഷം അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ആക്കി ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതാണ് ആപ്പ്. ഇതാ ഇവിടെ ഈ കാണുന്നതിൻ്റെ ആപ്പ്. ഈ ആപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇപ്പോൾ ഇത് കണക്കാണ് വരണത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ കണക്ട് ചെയ്യണം. അപ്പോൾ ഇനി ഇതിൻ്റെ ക്യാമറ കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ബാക്കി അതിൽ വർക്ക് ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ക്യാമറ കണക്ട് ചെയ്യാം. അപ്പോൾ ക്യാമറ കണക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാൻ ക്യാമറ എടുത്തിട്ടുണ്ട്. ക്യാമറ എടുത്തതിന് ശേഷം നമുക്കിതെല്ലാം ഊരി മാറ്റണം. ഊരി മാറ്റിയപ്പോൾ എൻ്റെ മേലത്തെ നമ്മൾ ആ പ്ലാസ്റ്റിക് കവർ കാര്യങ്ങളൊക്കെ ഊരി മാറ്റണം. നിങ്ങൾക്ക് ഇവിടെ കാണാം ക്യാമറ ഇതാണ്. കാണാൻ തന്നെ അടിപൊളിയായിട്ടുള്ള കാണാൻ തന്നെ നല്ല ക്വാളിറ്റിയുള്ള അടിപൊളിയായിട്ടുള്ളൊരു ക്യാമറയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ക്യാമറ നമുക്ക് കണക്ട് ചെയ്യണം. ഇനി നമുക്ക് ഈ ക്യാമറ കണക്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഊരിയിട്ടുണ്ട്. അതിന് കണക്ക് തന്നെ ഇത് ടൈപ്പ് സിയാണ് കൊടുക്കുന്നത്. നിങ്ങൾ ഇവിടെ കാണാൻ ഇവിടെ ഒരു ടൈപ്പ് സി കുട്ടാനുള്ള ഒരു പോർട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇനി നമുക്ക് ക്യാമറ കണക്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയൊരു ട്രൈപോഡ് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ട്രൈപോഡിലോട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അതേ കണക്ക് തന്നെ നിങ്ങൾ ഇവിടെ കാണാം ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഇതിലെല്ലാം നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇത് മാഗ്നൈറ്റ് ആണ്. ഇവിടെ മാഗ്നൈറ്റ് പിടിച്ചിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ സ്റ്റീലൊക്കെ റൗണ്ട് ടൈപ്പ് സ്റ്റീലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൊണ്ടുപോയി നമുക്ക് ഇത് ഹോൾഡർ ഇല്ലാതെ ഇവിടെ പഞ്ച് ചെയ്ത് വയ്ക്കാൻ പറ്റും. നിങ്ങൾ ഇവിടെ കാണുന്നതാണ്. ഇതിപ്പോൾ ഈ സ്റ്റീൽ ഇപ്പോൾ കണക്ട് ചെയ്തേക്കുന്നതാണ്. ഇതിവിടെ ഈ ഇത് ഫ്ലാറ്റുണ്ടെങ്കിൽ നല്ലപോലെ അത് നമ്മളെ മൊബൈൽ ഹോൾഡറൊക്കെ വയ്ക്കണമെങ്കിൽ നല്ലപോലെ അത് പഞ്ച് ചെയ്തിരിക്കും. അപ്പോൾ അതിനായിട്ടാണ് ഇതിൻ്റെ ഈ ഇതിൻ്റെ ഹോൾഡർ വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഇത് കണക്ക് ഇവിടെ ഒരു കവറുണ്ട്. അത് പുതിയതായിട്ടാണ് അത് മാറ്റിയിട്ടുണ്ട് ഞാൻ. ഇത് ഇളക്കിയിട്ട് നമുക്ക് ഇവിടെ കറക്റ്റ് ഇത് ത്രെഡ് ചെയ്യാം. ഇപ്പം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് നമ്മൾ ട്രൈപോഡ് ഇരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കറക്റ്റ് എടുത്തിട്ട് ഇതിൻ്റെ മേലോട്ട് ഇതിനൊക്കെ കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ സീറ്റിംഗ് ആയി. ഇനി നമ്മൾ ഈ തലയിടിച്ച് വെച്ചാലൊന്നും ഇത് താഴെ വീഴത്തില്ല. അത്രയും നല്ല സ്ട്രോങ് മാഗ്നറ്റാണ് ഇത്. നമ്മൾ സാധാരണ ഗമ്പിൽ കൊണ്ട് നടക്കണൊക്കെ ഇവിടെ കാണാൻ ഇത് കൊണ്ട് നടക്കാൻ പറ്റും. പക്ഷേ ഇത് കൂടെ കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് വെബ് ക്യാമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ USB കണക്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിവിടെ കണക്ട് ചെയ്ത് ഇവിടെ കറക്റ്റ് ഇവിടെ ഇപ്പോൾ കണക്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ USB അതായത് ഇതിൻ്റെ ഡാറ്റ കേബിൾ എടുക്കുക. അതായത് അതിൻ്റെ ടൈപ്പ് സി കേബിൾ എടുക്കാം. ഈ ടൈപ്പ് സി കേബിൾ ഡയറക്റ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ പോകുന്ന കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൊബൈലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കണക്ടറിൻ്റെ ആവശ്യമില്ല. നമുക്കിത് ഡയറക്റ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ മാക്കിൽ ഇത് USB അതേ ടൈപ്പ് സി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് USB വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇത് കണക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ USB പോർട്ടിലോട്ട് കുത്തുകയാണ്. കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡ് അതെടുത്തിട്ട് നമ്മൾ ഇനിയിപ്പം ഇത് നമ്മൾ ക്യാമറയോട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ക്യാമറ ഇവിടെ കാണാം. ഇതിൻ്റെ ഈ സൈഡിൽ ഞാൻ ഇവിടെ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇപ്പോൾ ക്യാമറ കണക്ട് ചെയ്തിട്ടുണ്ട്. ക്യാമറ കണ്ടത് അവിടെ ക്യാമറ വർക്കായി തുടങ്ങി. വർക്കായതാ ഇപ്പോൾ നമ്മളെ വീഡിയോ ഇപ്പോൾ വരുന്നതാ. ഇപ്പോൾ എൻ്റെ വീഡിയോ അതായത് വീഡിയോ ഇപ്പോൾ നമ്മളെ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഈ സ്ക്രീനായിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ ആപ്പ് ഓപ്പൺ ആക്കി വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ ഈ ക്യാമറ മേലോട്ട് വെക്കാനുള്ള ഭാഗവും താഴോട്ട് വെക്കാനുള്ള ഭാഗവും ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ നിന്ന് മേലോട്ട് അടിച്ച് നമ്മൾ ക്യാമറ ഇപ്പോൾ ഓട്ടം മേലോട്ട് പോകുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് താഴോട്ട് ചെയ്താൽ നമുക്കിവിടെ താഴോട്ട് വരും. അത് നമുക്ക് ഇപ്പോൾ സൈഡിലോട്ട് ഇപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡ് അടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡിലോട്ട് പോകും. അതിനൊക്കെ ഇപ്പർ സൈഡ് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സൈഡിലോട്ട് പോകുന്നതാണ് ക്യാമറ. നിങ്ങൾ ഇവിടെ കാണാം ഇങ്ങനെ പോകും. അത് അടിപൊളി ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ ഫിൽറ്ററിങ് ഇവിടെ കാണിച്ചത് ഇതൊരു ഫിൽറ്ററാണ്. അതിനൊക്കെ ഇതൊരു ഫിൽറ്ററാണ്. പിന്നെ ഇതിനൊക്കെ കുറേ ഫിൽറ്റർ ഉണ്ട്. അതായത് ഇവിടെ മോറിലോട്ട് പോയി കഴിഞ്ഞാൽ
അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ട്രാക്കിങ്ങിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഈ കൈയൊക്കെ വെച്ച് ഇങ്ങനെ കുറച്ച് നേരം ആയി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ ട്രാക്കിങ് ആവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ക്യാമറ കൂടെ നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എങ്ങോട്ട് പോയാലും നമ്മളെ കൂടെ തന്നെ ക്യാമറ വരും. നല്ല ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുക. ഇനി നമുക്കത് ഫോട്ടോ എടുക്കണമെങ്കിൽ ഇതിൽ അടിപൊളിയായിട്ടുള്ള ഫോട്ടോകൾ എടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഓപ്പണിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെടുത്ത ഫോട്ടോകളെല്ലാം ഇവിടെ ഓപ്പണിൽ വരുന്നതാണ്. ഇവിടെ ഞാൻ ഇപ്പോൾ ഇത്രയും എടുത്ത വീഡിയോസ് ഇത് അതിൻ്റെ ഫോട്ടോസാണ്. ഇതിപ്പോൾ ഞാൻ എടുത്ത ഫോട്ടോസാണ്. നിങ്ങൾക്ക് കാണാം നല്ല അടിപൊളിയായിട്ട് ക്ലാരിറ്റി ഉള്ള ഫോട്ടോ ആണ് വരുന്നത്. നമുക്ക് കാണാം ബ്ലറ കാര്യങ്ങളൊന്നുമില്ല. നല്ല സൂപ്പറായിട്ടുള്ള അടിപൊളി ഫോട്ടോസാണ് ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അങ്ങനത്തെ ഈ കിച്ചൺ ചാനലൊക്കെ ചെയ്യണവർക്കാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മേടിച്ചോ, ഒന്നും നോക്കണ്ട, മേടിച്ചോ. അടിപൊളിയായിട്ടുള്ള ക്യാമറ. നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ പിക്ചർ തന്നെ കാണാം. എൻ്റെ ഞാൻ ഇപ്പോൾ എടുക്കുന്ന വീഡിയോ ഇതിട്ട് ഡയറക്റ്റ് ലൈവ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ എനിക്കറിയാം അത്രയും മനോഹരമായിട്ടാണ് ഇതിൻ്റെ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നോയ്സ് ശകലം പോലും, അതായത് എത്ര സൗണ്ടിൻ്റെ ഇടയിൽ നമ്മൾ വെടിവെച്ചാൽ പോലും കൊണ്ടുവച്ചാൽ പോലും വെളിയിൽ നിന്നുള്ള ഒരു സൗണ്ടും നമുക്ക് കിട്ടത്തില്ല. പിടിച്ച് ലാൻഡ്സ്കേപ്പിലും ഒക്കെ എടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് കറക്റ്റ് നമുക്ക് ഇത് നൂത്ത് വെച്ച് നമുക്ക് ക്യാമറ, അതായത് നമ്മളെ ഷോർട്ടൊക്കെ വീഡിയോ ചെയ്യുന്നതൊക്കെയുള്ള നൂത്ത് വെച്ചിട്ടൊക്കെ നമുക്കിത് വീഡിയോ ചെയ്യാൻ പറ്റാത്ത അടിപൊളി ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. അപ്പോൾ എനിക്കറിയാനുള്ള ഈ ക്യാമറയെ കുറിച്ച് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്തപ്പോൾ ഇതിനെ കുറിച്ച് കുറച്ചുകൂടെ അറിയാൻ പറ്റി. എൻ്റെ കൂടെ അറിവിച്ചിട്ടുള്ള കേസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് ബെല്ലൈക്കൻ ആളാക്കിടാനും മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിനൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ലൈക്ക് ഷെയർ കമൻറ്റ് നമുക്ക് അടുത്തടുത്ത് നമ്മളെ ഈ കൊച്ചു ചാനലിന് അടുത്തടുത്തായിട്ട് വീഡിയോ ചെയ്ത് പോകാനുള്ള കരുത്ത് നിങ്ങൾ നമ്മളെ ഫാമിലി മെമ്പേഴ്സാണ്. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ലൈക്കും ഷെയറും കമൻറ്റ് എന്തെങ്കിലും സബ്സ്ക്രൈബൊക്കെ ചെയ്യുമ്പോഴാണ്, സ്കിപ്പ് ചെയ്ത് തന്നെ കാണണം എപ്പോഴാണ് നമുക്ക് ഇതിനൊക്കെ അടുത്ത വീഡിയോ ചെയ്യാൻ നമുക്കും ഇതിനൊക്കെ നമ്മളെ ഫാമിലി നല്ല നല്ല വീഡിയോ കൊടുക്കാം തോന്നുന്നത്. അതായത് വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അറിയിച്ചാൽ നമ്മളത് മാറ്റി ക്ലിയർ ചെയ്ത് അടുത്ത വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം നല്ലൊരു വർക്കുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം.